ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തിൽ സുപ്രധാന വഴിത്തിരിവ്. ഇന്ത്യയുടെ പിനാക റോക്കറ്റ് സംവിധാനം വാങ്ങാനുള്ള താൽപര്യം അറിയിച്ചിരിക്കുകയാണ് ഫ്രാൻസ്. ഇത് ഇന്ത്യ തീർച്ചയായും പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പിനാക അതിന്റെ കൃത്യത, അതിവേഗത്തിലുള്ള ഫയറിംഗ് കഴിവ് എന്നിവ കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ആയുധമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരായ ഫ്രാൻസ് ഇതാദ്യമായാണ് ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങാൻ ഒരുങ്ങുന്നത്. തുടർച്ചയായ പരീക്ഷണങ്ങളിലൂടെ പിനാകയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ. 3 മാസം മുൻപ് ഫ്രാൻസിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന്റെ മുന്നിൽ പിനാകയുടെ ശക്തി പ്രകടനം നടന്നിരുന്നുവെന്നും അതിൽ തൃപ്തരായാണ് സംഘം മടങ്ങിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. 3 മാസം മുൻപ് ഫ്രാൻസിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന്റെ മുൻപിൽ പിനാകയുടെ ശേഷി വെളിവാക്കുന്ന പ്രകടനം നടന്നിരുന്നുവെന്നും ഇതിൽ തൃപ്തരായാണ് സംഘം മടങ്ങിയതെന്നുമുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഇന്ത്യ അടുത്തിടെയും ഗൈഡഡ് പിനാക റോക്കറ്റുകൾ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ശത്രു ലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാൻ കഴിയുന്ന ഗൈഡഡ് മ്യൂണീഷനുകൾ ഉപയോഗിക്കാനും പിനാകയ്ക്ക് കഴിയും. ഇതിലൂടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ വൻതോതിൽ പ്രഹരമേൽപ്പിക്കാനും സാധിക്കുന്നുണ്ട്. പിനാക ലോകത്തിലെ ഏതൊരു റോക്കറ്റ് സിസ്റ്റത്തിനും കടുത്ത വെല്ലുവിളിയുയർത്തുന്ന ആയുധമാണ്. അമേരിക്കൻ റോക്കറ്റ് സിസ്റ്റമായ റഷ്യൻ ടൊർണാഡോ എസ് എന്നിവയുമായി ഏറ്റുമുട്ടാൻ പോലും പിനാകയ്ക്ക് കഴിയും. കാർഗിൽ, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയ്ക്കിടെ പാകിസ്ഥാൻ മിസൈൽ ലോഞ്ചറുകൾ, പീരങ്കികൾ, വിതരണ ലൈനുകൾ എന്നിവ ലക്ഷ്യമാക്കി പിനാക പ്രയോഗിച്ചിരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി പിനാക ഇന്ത്യൻ സൈന്യത്തിലുണ്ട്. അർമേനിയ ഇതിനകം തന്നെ ഇന്ത്യയിൽ നിന്ന് ഈ സംവിധാനം വാങ്ങിയിട്ടുണ്ട്. നിലവിൽ പിനാകയുടെ പ്രഹരശേഷി 75 മുതൽ 90 കിലോമീറ്റർ വരെയാണ്. 120 മുതൽ 130 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള പിനാക MK3 ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ പിനാക MK4ന്റെ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ പരിധി 300 കിലോമീറ്റർ വരെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റങ്ങളുടെ ആഗോള റാങ്കിങ്ങിൽ പിനാക എപ്പോഴും ടോപ്പ് 5-ൽ ഉണ്ടായിരുന്നു. അമേരിക്കൻ സംവിധാനത്തിന്റെ പരിധി 300 മുതൽ 499 കിലോമീറ്റർ വരെയാണ്. പിനാകയ്ക്ക് പരിധി കുറവാണെങ്കിലും അതിന്റെ വെടിവയ്പ് ശേഷി മറ്റുള്ളവയേക്കാൾ കൂടുതലാണ്. ഇത് 44 സെക്കൻഡിനുള്ളിൽ 12 റോക്കറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ അമേരിക്കൻ ഹെമ്മേഴ്സ് 45 സെക്കൻഡിനുള്ളിൽ 6 റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നു. അമേരിക്കൻ റോക്കറ്റ് ലോഞ്ചറുകളേക്കാൾ വളരെ വില കുറഞ്ഞതാണ് പിനാക. അമേരിക്കൻ റോക്കറ്റ് സിസ്റ്റത്തിന്റെ ഏകദേശം 19.5 കോടി രൂപ ചിലവാകുമ്പോൾ ഇന്ത്യയുടെ പിനാകയ്ക്ക് 2.3 കോടി രൂപ മാത്രമേ ചിലവ് വരൂ. DRDO ഇത് പൂർണ്ണമായും തദ്ദേശീയ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ സ്പെയർ പാർട്സുകളും രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നതാണ്. പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളി രാജ്യങ്ങളിലൊന്നായ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോൺ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മുംബൈയിൽ എത്തിയിരുന്നു. പ്രതിരോധ രംഗത്ത് സുപ്രധാന കരാറിന് ഈ സന്ദർശനം ഇടയാക്കിയിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി കാതറിൻ വൗഡ്രിനും കൂടിക്കാഴ്ചയും നടത്തി. ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ സന്ദർശനം. ഹെലികോപ്റ്ററുകളുടെയും ഹാമർ പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകളുടെയും സംയുക്ത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ചകളും നടന്നിരുന്നു. ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധങ്ങൾ ആവർത്തിച്ച് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. തന്ത്രപരമായ ആഗോള പങ്കാളിത്തം എന്ന് പറയുന്നത് ഉഭയകക്ഷി സഹകരണത്തിന്റെ ഉയർന്ന തലത്തിലുള്ളതാണ്. ആഴത്തിലുള്ള പരസ്പര വിശ്വാസം, മൂല്യങ്ങളുടെ കൈമാറ്റം, പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം തുടങ്ങിയ നിർണായക മേഖലകളിലെ ദീർഘകാല സഹകരണം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഫ്രാൻസിനെ പോലെ ആധുനികമായ ഒരു സൈന്യമുള്ള രാജ്യം ഇന്ത്യൻ നിർമ്മിത ഹാർഡ്വെയറുകൾക്കായി വാതിൽ തുറക്കുന്നത് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കും. വരും കാലങ്ങളിൽ കൂടുതൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ യൂറോപ്യൻ വിപണിയിലേക്ക് എത്തുന്നതിന് വഴിയൊരുക്കും. പ്രതിരോധ സാമഗ്രികൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് ആഗോളതലത്തിൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രമുഖ ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഈ ഇടപാട് വലിയ കരുത്തു പകരുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.